ടു മിനിറ്റ്സിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. ഏതെങ്കിലും ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, വെൽവിഷേഴ്സിനൊക്കെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കാനുള്ള ഒരു ടൈമാണിത്. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഒരിക്കൽ കൂടി ഈ ഒരാഴ്ചയിലും നമ്മുടെ ഒഫീഷ്യൽ മലയാളം പ്രസന്റേഷൻ നടത്താൻ സാധിച്ചതിൽ സന്തോഷം. എല്ലാവരും ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിലും സന്തോഷം. നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ മീറ്റിംഗ് ഇൻ മലയാളം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്ത ആഴ്ച മുതൽ നമുക്ക് രണ്ട് ലാംഗ്വേജുകളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു, ഇംഗ്ലീഷിലും തമിഴിലും. അതിൻ്റെ ലിങ്ക് കൂടെ നമുക്ക് കിട്ടും ഉടനെ തന്നെ, ഒഫീഷ്യൽ ലിങ്ക്സ്. പിന്നെ മറ്റ് പല ഭാഷകളിലും നടക്കുന്നുണ്ട്, അതുകൂടെ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. ഹോപ്പ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു വളരെ മൈൽ സ്റ്റോൺ മൂമെന്റ് എല്ലാ ആഴ്ചയിലും ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മൈൽ സ്റ്റോൺ മൂമെന്റ് ഉണ്ട് എന്നുള്ളതാണ്. $16 ലക്ഷം നമ്മളുടെ സുഹൃത്തുക്കൾ നമ്മളെല്ലാവരും കൂടെ കൂടി വരുമാനമായി വാങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ നിങ്ങളിലേക്ക് അറിയുകയാണ്. ഓക്കെ, അത് എത്ര രൂപയാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു വലിപ്പം നമുക്ക് അതിഭയങ്കരമായി നമുക്ക് മനസ്സിലാവുന്നത്. ഏകദേശം 15 കോടി രൂപ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജനുവരി 22, 2026. കഴിഞ്ഞ ഏപ്രിലിൽ തുടങ്ങി ഈ ഒരു ഏകദേശം ഒരു വർഷത്തിലേക്ക് നിയർ ബൈ നമ്മൾ അടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ കൂടെയുള്ള വ്യക്തികൾ ഏകദേശം 15 കോടി രൂപയോളം രൂപ അവരുടെ വരുമാനമായി ഏകദേശം 4 രാജ്യങ്ങളിലുള്ള വ്യക്തികൾക്ക് വരുമാനം കിട്ടി എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് സാധ്യമായത് 60,255 സക്സസ്ഫുൾ വിഡ്രോവലിലൂടെയാണ്. 60,255 സക്സസ്ഫുൾ വിഡ്രോവൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരൊറ്റ വിഡ്രോവലിൽ പോലും എന്തെങ്കിലും ടെക്നിക്കൽ എററോ ടെക്നിക്കൽ ഇഷ്യൂസോ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതും നമ്മളുടെ ടെക്നിക്കൽ ടീമിന്റെ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റ് ഏറ്റവും നല്ലതാണ് എന്ന് പറയുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റ് ഏറ്റവും നല്ലതായി എന്ന് പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിന്റെ പിന്നിലുള്ള ആൾക്കാർ, അതിന്റെ ടെക്നിക്കൽ ടീം ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് പറയുന്നതാണ് ഒരുപക്ഷെ ഏറ്റവും വ്യക്തതയുള്ള കാര്യം. ഇങ്ങനൊരു ടെക്നിക്കൽ ടീം ആർക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെക്കാൾ മികച്ചു നിൽക്കുന്നത് എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്ന ഒരു ഹിസ്റ്ററിക്കൽ മൊമെന്റിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. സോ അധികം ഡിലേ ഇല്ലാതെ തന്നെ ഈ ഹിസ്റ്ററിക്കൽ മൊമെന്റിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എങ്ങനെ സാധ്യമായി ഈ പറയുന്ന കാര്യങ്ങൾ? നമ്മൾ ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും, ഉണ്ടാകേണ്ടതാണ് എന്നുള്ള കാര്യങ്ങളും നമുക്ക് വ്യക്തതയോടെ മനസ്സിലാക്കാം. അപ്പം ഏകദേശം ഒരു വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്ന ഈ ഒരു അവസരത്തിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യം മുതൽ തുടങ്ങി ഈ ഒരു പ്രോജക്റ്റ് ഒന്നും അല്ലായിരുന്നൊരു സമയത്ത് നമ്മളുടെ കൂടെ നിന്ന വ്യക്തികളുണ്ട്. അവരെ തീർച്ചയായിട്ടും സ്മരിക്കുന്നു. കാരണം അവരുള്ളത് കൊണ്ടാണ് ഈ പ്രോജക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഇത്രയധികം വ്യക്തികളിലേക്ക് ലോകത്തിൽ പലയിടങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള കാരണമായത്. കാരണം എല്ലാം ഉള്ളപ്പോൾ ഒരുപക്ഷെ എല്ലാവരും ഉണ്ടാവും. വളരെ കുറഞ്ഞൊരു സമയത്ത് ഒരുപക്ഷെ ആരും ഇല്ലായിരുന്നൊരു സമയത്തും പ്രോജക്റ്റ് അധികം അറിയപ്പെടാത്ത ഒരു സമയത്തും ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിന്ന വ്യക്തികളെ വളരെ സ്നേഹത്തോടെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾ ജമിൻ ചെയ്യുകയാണ്. നമ്മളുടെ പ്രോജക്റ്റിന്റെ പേര് പ്രോജക്റ്റ് ടെസ് എന്നാണ്. എന്തുകൊണ്ടാണ് ഇതിനെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആദ്യം മനസ്സിലാക്കണം. കാരണം ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് പലവിധ ഒരു ഗെയിം ഉണ്ടാവാം, വേറൊരു എന്തെങ്കിലും ഉണ്ടാവാം. അങ്ങനെ പല വിധത്തിലുള്ള പ്രോജക്റ്റുകൾ എല്ലാം കൂടെ ഒന്നിനകത്ത് സംയോജിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു കമ്പനിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ 5-6 കമ്പനികളാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു പ്രോജക്റ്റിലേക്ക് സംയോജിപ്പിക്കുമ്പോഴാണ് നമുക്ക് അതിനെ പ്രോജക്റ്റ് എന്ന് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ പറയാൻ സാധിക്കാം. ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സെൻട്രലൈസ്ഡ് കമ്പനി നമുക്കുണ്ട്. ആ സെൻട്രലൈസ്ഡ് കമ്പനി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദുബായ് ബേസ്ഡ് ആണ്, ദുബായ് രജിസ്റ്റേർഡ് ആണ്.
അത് നിങ്ങൾക്കറിയാം. മലേഷ്യയിൽ നമുക്ക് രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ സെൻട്രലൈസ്ഡ് ആണ്. ഇപ്പം നമ്മളിലേക്ക് ലഭിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ ഇത് ഡീസെൻട്രലൈസ്ഡ് ആണ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നമ്മളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായി ക്രിയേറ്റ് ചെയ്തപ്പെട്ട ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റവും ഉണ്ട്. അപ്പോൾ രണ്ടും എന്താ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കിന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, ആസ് എ കമ്പനി ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ഒരു ഗെയിമിംഗ് കമ്പനി ആണെന്നുള്ളത് വളരെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ഗെയിമിംഗ് കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും ഗെയിംസ് ഉണ്ടോ എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംശയം അതിന് യാതൊരു ഇടയും വേണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് എടുത്ത് കടന്നു വരാനുള്ള ഒരു സാധ്യത തുടർന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് ജനങ്ങളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കയ്യിൽ ഗെയിംസ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ആ ഗെയിംസ് ഓൾറെഡി വളരെ സക്സസ്ഫുൾ ആയ പല ഗെയിംസുകളും ക്രിയേറ്റ് ചെയ്ത് ഇന്ന് വളരെ ഹിറ്റായി മാർക്കറ്റിൽ ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആയിരിക്കുന്ന ഒരു ടീം ശരിക്കും നമ്മുടെ ടെക്നിക്കൽ ടീമായി ഉള്ളത് കൊണ്ടാണ് നമുക്കത് സാധ്യമായത്. ആദ്യമേ തന്നെ നമ്മളുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നത് പെപ്പെ കുബേരയാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പെപ്പെ കുബേരയായിരുന്നു. അത് നമ്മുടെ ടെലിഗ്രാം ടാപ്പിംഗ് ഗെയിമാണ്. ടെലിഗ്രാം ടാപ്പിംഗ് ഗെയിം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ കുറെ ഏകദേശം 2 വർഷം മുമ്പ് ഹിറ്റായ ഒരു ടെലിഗ്രാം ടാപ്പിംഗ് ഗെയിം ഉണ്ട്. ഹാംസ്റ്റർ കോമ്പാറ്റ് എന്നാണ് പറയുന്നത്. അത് വലിയൊരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിമിംഗ് പ്രോജക്റ്റ് നമ്മൾ അവർക്ക് ഈസിയായി കൊണ്ടുവന്നു. അങ്ങനെ ഒരു പെപ്പെ കുബേരയാണ് നമ്മൾ ആദ്യം കൊണ്ടുവന്ന പ്രോജക്റ്റ്. നമുക്കറിയാം, പെപ്പെ കുബേര ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ്വേഴ്സ് എന്ന് പറയുന്ന ഒരു വെർച്വൽ റിയാലിറ്റി വേൾഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രോജക്റ്റായി നമുക്ക് പറയാൻ പറ്റുന്നത്. ആ ഒരു പ്രോജക്റ്റിനെ എല്ലാം ഈ ഓരോ ഓരോ കാര്യങ്ങൾ ഞാൻ പറയുന്നതും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വലിയ പ്രോജക്റ്റിലേക്ക് എത്തിച്ചേരാനുള്ള നമ്മുടെ റോഡ് മാപ്പാണ്. ഈ പെപ്പെ കുബേര, ഈ ടെസ്റ്റ്വേഴ്സ് എന്ന് പറയുന്ന ഒരു വെർച്വൽ റിയാലിറ്റി വേൾഡിലെ ഒരു അവിടുത്തെ വെൽത്ത് നിയന്ത്രിക്കുന്ന ഒരു ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞാൽ പെപ്പെ കുബേര. ഈ പെപ്പെ കുബേരയാണ് നമ്മൾ ആദ്യമായി അവതരിപ്പിച്ച ക്യാരക്ടർ എന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യപ്പെട്ടത് നമ്മുടെ ജാക്ക്പോട്ടാണ്. ദുബായ് ലോട്ടോ പോലെ ലോകത്തിൽ ആദ്യമായി ഒരു ഡീസെൻട്രലൈസ്ഡ് ലോട്ടോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് USDT വെച്ചായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ നമ്മൾ അടുത്ത പ്രോജക്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പ്രോജക്റ്റ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ റിയാലിറ്റി നമുക്ക് മനസ്സിലാക്കുന്നതിന് ഏറ്റവും കൂടുതൽ എളുപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ്വേഴ്സ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും. ടെസ്റ്റ്വേഴ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോജക്ട് ടെസ്റ്റിന്റെ അൾട്ടിമേറ്റമാണ്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇപ്പോൾ നേരിട്ട് കാണുന്നു, നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള വ്യക്തികളോട് നമ്മൾ ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, ഇതൊക്കെ നമുക്കുണ്ട്. ഒരു 5 വർഷമൊക്കെ കഴിയുവാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു റിയൽ വേൾഡിലായിരിക്കില്ല, ഒരു വെർച്വൽ ആയിട്ടുള്ള റിയാലിറ്റി വേൾഡിലായിരിക്കും നമ്മൾ അവതരിക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഒരു അവതാർ ഉണ്ടാവും, നമുക്കൊരു ഡിസ്പ്ലേ നെയിമും ഉണ്ടാവും. നേരിട്ട് ഫിസിക്കൽ വേൾഡിൽ നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ തിരിച്ചറിയാൻ പോലും സാധിക്കത്തില്ല. ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സ്ഥലം വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും വെർച്വൽ റിയാലിറ്റി വേൾഡിൽ സ്ഥലം വാങ്ങിച്ച ആൾക്കാർ ഈ ലോകത്തുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതൊക്കെ ഇന്നൊരു റിയാലിറ്റിയായി മാറിക്കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു റിയാലിറ്റിയിലേക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ജമ്പിൻ ചെയ്യുന്ന ആ ടെസ്റ്റ്വേഴ്സ് എന്നത് അതിന്റെ ആർട്ടിക്കിളൊക്കെ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ടെസ്റ്റ്വേഴ്സിന്റെ ഭാഗമായി അടുത്തൊരു നമ്മളുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യപ്പെട്ടു. അതാണ് ശരിക്കും പറഞ്ഞാൽ ടെസ് എന്ന് പറഞ്ഞൊരു ഒരു കോയിൻ. അത് ശരിക്കും പറഞ്ഞാൽ ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്യുന്ന BSC Web20 വർക്ക് ചെയ്യുന്ന ഒരു കോയിനാണ്. ഈ കോയിന്റെ ക്രിയേഷനാണ് ടെസ്റ്റ്വേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ICOയിലൂടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ICO എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ കോയിൻ ഓഫർ എന്നാണ് ഇതിനെ പറയുക. എന്താണ് ആദ്യം നമുക്ക് ഉദാഹരണത്തിന് പലരും കേട്ടിട്ടുണ്ടാവും, ബിറ്റ്കോയിന് ശേഷം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു കോയിന്റെ പേരാണ് എത്തേറിയം. ഈ എത്തേറിയം എന്ന് പറയുന്ന കോയിന് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ICO ഉണ്ടായിരുന്നു. അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയ ICOകളിൽ ഒന്നാണ്. 2014 എൻഡില് $1.4 സ്റ്റാർട്ട് ചെയ്ത ICOയിൽ കുറെ ആൾക്കാർ അത് വാങ്ങിച്ചു. കുറെ നാളുകൾക്ക് ശേഷം ആ ICO പീരീഡ് കഴിഞ്ഞു. അവർ വിറ്റത് $1,600 മുകളിലാണ്. വെറും $0.14 $1,600 അത് ഈ തുടക്ക കാലഘട്ടത്തിൽ ഒരു കറൻസി വാങ്ങിച്ചു വയ്ക്കുന്നതിന്റെ ഗുണമാണ്. ആ എത്തേറിയം എന്ന് പറയുന്നത് ലോക ഫേമസ് ആണ്, വേൾഡിലെ ഫേമസ് ആയ രണ്ടാമത്തെ കറൻസിയാണെന്ന് വളരെ വ്യക്തമായി പറയേണ്ടി വരും. അതിനുശേഷം ആര് തന്നെ ശരിക്കും പറഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ആയ അധികം ICOs കഴിഞ്ഞ് 2-3 വർഷമായി നമ്മൾ കാണാറില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോ കോൾഡ്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, വേൾഡിൽ ശരിക്കും പറഞ്ഞാൽ 2 തരത്തിലുള്ള ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി ഉണ്ട്. ക്രിപ്റ്റോയിലാണ് ഞാനെന്ന് പറയുകയും പക്ഷെ ടെക്നിക്കലി അധികം അതിനെക്കുറിച്ച് അറിവില്ലാത്തതും ആൾക്കാർ. രണ്ടാമത് ടെക്നിക്കലി ഇതിനെക്കുറിച്ച് വളരെ വ്യക്തതയുള്ള ആൾക്കാർ. അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, അവർ കോടിക്കണക്കിന് മില്യൺസ് ഓഫ് ഡോളേഴ്സ് എന്ന് വളരെ വ്യക്തമായി പറയാം. ഒരു കറൻസിയെ കുറിച്ച് പഠിച്ച് അതിന്റെ ICO പീരീഡിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. അവർ റിസ്ക് എടുക്കാനും തയ്യാറാണ്.
അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന മില്യൺസ് ഓഫ് ഡോളേഴ്സ് അത് എങ്ങനെ കൊണ്ടുവരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇന്ന് കറക്റ്റായിട്ടൊരു പ്രോജക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ട് മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും? അവർ നോക്കും, ആ പ്രോജക്റ്റിന്റെ ആർട്ടിക്കിൾസ് നോക്കും, ഈ ആർട്ടിക്കിൾസ് ഒക്കെ എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കും. അങ്ങനെ നോക്കിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സ് ഹാൻഡിലുകൾ നമ്മൾ ശ്രദ്ധി പഴയ ട്വിറ്റർ ആണ് എക്സ് ഹാൻഡിൽ, അതിന്റെ ഡിസ്കോഡ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. ഇൻസ്റ്റാഗ്രാം, അതൊക്കെ നമുക്കറിയാം. ഇന്ന് ഇൻസ്റ്റയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ലോകം ചർച്ച ചെയ്യപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ കോയിനുകളെ കുറിച്ച് നമ്മളുടെ എക്സ് ഹാൻഡിലും ഡിസ്കോഡിലുമാണ്. നമ്മൾ അതിലുണ്ടോ എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളത് റിയൽ ആണോ, നമ്മൾ അതിന്റെ ടെക്നിക്കലി നമ്മൾ എത്രമാത്രം അതിനെ നമ്മളത് പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് ആർട്ടിക്കിൾ തയ്യാറാക്കുകയും ആർട്ടിക്കിൾ വായിക്കുകയും AMA സെഷൻ എന്ന് പറയും. ആസ്ക് മീ എനിത്തിങ്, അതാണ് AMA എന്ന് പറയുന്നത്. അത് നമ്മൾ ഏകദേശം 2 ആഴ്ച മുമ്പ് നടന്നിരുന്നു. 250ഓളം വ്യക്തികൾ അതിൽ പങ്കെടുത്തു. ഗ്ലോബലി അറിയപ്പെടുന്ന ആൾക്കാരാണ്. അവരിതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം നിസ്സംശയം പറയാം, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മാർക്കറ്റിലുള്ള സോ കോൾഡ് കമ്പനികൾ, അതിൽ നിന്നും എന്തുകൊണ്ട് നമ്മൾ വ്യത്യസ്തമായിരിക്കും ചോദിക്കുന്നതിന്റെ ഉത്തരം അവിടെയുണ്ട്. കമ്പനികളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് എപ്പോഴേ അവരൊരു PDF പ്രസന്റേഷൻ അത് പറഞ്ഞ് നിങ്ങളോട് നാട്ടുകാരുടെ കാശ് വാങ്ങുന്നതിനെ കുറിച്ച് വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ടാവും. ഞാനത് പറഞ്ഞതാണ്, അത് വളരെ ക്ലാരിറ്റിയോടെ പറഞ്ഞാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പ്രോജക്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഈ പ്രോജക്റ്റായി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ സൂചിപ്പിച്ച ഓരോ കാര്യങ്ങളും അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഈ എക്സ് ഹാൻഡിലും ട്വിറ്ററും, പഴയ ട്വിറ്ററാണ് എക്സ് ഹാൻഡിൽ, അതിനോടൊപ്പം ഡിസ്കോഡ്, AMA സെഷൻസ് ഒന്നും മറ്റൊരു കമ്പനികളും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല എന്നുള്ളത് വളരെ വ്യക്തതയോടെ എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഏകദേശം 8 വർഷത്തോളമായിട്ട് ഞാൻ ഈ മേഖലയിലുണ്ട്. അപ്പം ഒരു വളരെ സക്സസ്ഫുൾ ആയ ഒരു പ്രോജക്റ്റ് എങ്ങനെ റൺ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തതയോടെ പഠിച്ചതിന് ശേഷമാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് ഇന്ന് ഈ വേൾഡിലേക്ക് അവതരിച്ചിരിക്കുന്നുള്ളത്. വളരെ വ്യക്തതയോടെ ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്രയും സംസാരിച്ചത്. കാരണം ഇന്ന് പറയപ്പെടുന്ന പല കമ്പനികളും ഒരു ലോഗിനിൽ പോയാൽ അതിന് ഒരു വ്യക്തതയുള്ളൊരു ബ്ലോക്ക് ചെയിനിൽ പോലുമല്ല അത് വർക്ക് ചെയ്യുന്നത്, ഒരു സാധാരണ വെബ്സൈറ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു ഇമെയിൽ ID, യൂസർ ID, പാസ്വേഡ് ഒക്കെ കൊടുത്തായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് എവിടെ അതില്ല. കണക്ട് വാലറ്റ് ഓപ്ഷൻ ആണ്. അത് ടോക്കൺ പോക്കറ്റോ ട്രസ്റ്റ് വാലറ്റോ മെറ്റാമാസ്കോ ഉണ്ടാവണം കണക്ട് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ICO സ്റ്റാർട്ട് ചെയ്തു. ടെക്നിക്കലായ കാര്യങ്ങൾ കൂടുതൽ ഇന്ന് ഈ പ്രോഗ്രാമിന് ശേഷം നമ്മളുടെ ഒരു വളരെ സീനിയർ പേഴ്സൺ നമ്മുടെ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് ഞാൻ അധികം അതിലേക്ക് ഇനി പോകുന്നില്ല. ഒപ്പം നമ്മുടെ ടെസ്റ്റ് ജാക്ക്പോട്ടിന്റെ സൈറ്റ് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇതിനെക്കുറിച്ച് ഒരു വളരെ വ്യക്തതയുള്ളൊരു ഇൻഫർമേഷൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പൊ ഇനി നമ്മൾ ഡയറക്ട്ലി ജമ്പിൻ ചെയ്യുന്നത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പ്രോജക്റ്റ് ടെസ്റ്റിന്റെ അതിന്റെ ഒരു ഭാഗമായ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുന്നേ എന്തിനു വേണ്ടി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ ഇത് പ്രോജക്റ്റ് വന്നു എന്ന് ചോദിച്ചത് അതിനൊരു ഉത്തരം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇത്രയും പ്രോജക്റ്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെളിയിൽ നിന്ന് ഒരു വലിയൊരു ഇൻവെസ്റ്റർ, ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്നൊക്കെ നമ്മൾ അതിനെ പറയാറുണ്ട്, കോടിക്കണക്കിന് രൂപ, അവർ 20 കോടിയോ 50 കോടിയോ ഒക്കെ ഒരൊറ്റ തുക പറഞ്ഞ് ഈ പ്രോജക്റ്റിലേക്ക് കൊണ്ട് അവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കും. അവരായിരിക്കും പിന്നെ ഈ പ്രോജക്റ്റിന്റെ എല്ലാം അവർക്കായിരിക്കും അതിന്റെ ഏറ്റവും കൂടുതൽ റൈറ്റ്സ് ഉണ്ടാവുക. അവർ പറയുന്നിടത്തേക്കായിരിക്കും ഈ പ്രോജക്റ്റ് പിന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ എത്തിച്ചേരണമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ എത്തിച്ചു കൊണ്ടുവരാനും കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അവിടുത്തെ പ്രോഫിറ്റ് ഷെയറിംഗ് സ്വാഭാവികമായിട്ടും അവരിലേക്ക് കൂടുതൽ പോകും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പല കമ്പനികളും എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ടാവും, അല്ലെ? IPO എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം അതിന് പകരമാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കമ്മ്യൂണിറ്റി മാർക്കറ്റിംഗ് സിസ്റ്റം ഇതിന്റെ ഭാഗമായി നമ്മൾ കൊണ്ടുവന്നു. ഈ കമ്മ്യൂണിറ്റി മാർക്കറ്റിംഗ് സിസ്റ്റം കൊണ്ടുവരുമ്പോൾ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ഒരു മാർഗത്തിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രോജക്റ്റ് ഒരു ഇൻവെസ്റ്റർ ഒരു ഓണറിന്റെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രോഫിറ്റിന്റെ മെയിൻ മാർജിൻ പോകുന്നത് പോലെ തന്നെ ഇവിടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ വരുമ്പോഴത്തേക്കും ഈ പ്രോഫിറ്റിന്റെ മെയിൻ മാർജിൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തികളുടെ കയ്യിലായിരിക്കും. അങ്ങനെയാണ് നമ്മളുടെ ഇപ്പോൾ ഏകദേശം 15 കോടി രൂപയോളം ഇൻകം ആയിട്ട് ഈ ചെയ്യുന്ന ആൾക്കാർക്ക് വരുമാനമായിട്ട് ലഭിച്ചിരിക്കുന്നത് ഈ പ്രോജക്റ്റിലൂടെ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓണറുള്ള ഒരു സിസ്റ്റം അല്ല. ഇതിനെ ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, അതൊരു പ്രോഗ്രാമാണ് ചെയ്തിരിക്കുന്നത്. അത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന, ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല കാരണം അതിനകത്ത് പല ആൾക്കാരും ഇത് കേട്ടിട്ടുണ്ടാവും. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റിലൂടെ അത് ബ്ലോക്ക് ചെയിനിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ശരിക്കും പറഞ്ഞാൽ സ്മാർട്ട് കോൺട്രാക്ട്. ഈ കോൺട്രാക്ട് 24/7 അവൈലബിൾ ആണ്, 24 മണിക്കൂർ റൺ ചെയ്യും.
വെബ്സൈറ്റ് ഇല്ലെങ്കിൽ പോലും ഇത് നമുക്ക് ഒരു ടെസ്റ്റ് ടോക്കൺ പോക്കറ്റ് ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിന്റെ അഡ്രസ്സും കൊണ്ട് നമുക്ക് ഈ കോൺട്രാക്റ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച യാതൊരു കമ്പനികൾക്കും അതിന് പോസിബിലിറ്റി പോലും ഉണ്ടാവില്ല. നമ്മൾ വ്യക്തതയോടെ കാര്യങ്ങൾ നമ്മുടെ വ്യക്തികൾ എന്താണ് നമ്മുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കൊടുക്കണം. അതിലാണ് ഞാൻ ഇത്രയും സീരിയസ് ആയി സ്ട്രെസ് എടുത്തുകൊണ്ട് ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. അപ്പം നമ്മൾ ഓൾറെഡി ഈ പറയുന്ന പ്രോജക്റ്റസിന്റെ ഭാഗമായ ഒരു കമ്പനി എന്ന് നിങ്ങൾ പറയുന്ന പോലെ ശരിക്കും ആ കമ്പനിയല്ല, അതൊരു ഡീസെൻട്രലൈസ് സിസ്റ്റമാണ്. അങ്ങനെ ഒരു സിസ്റ്റം പല സിസ്റ്റങ്ങൾ ചേർന്നുകൊണ്ട് പ്രോജക്റ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നു. അപ്പൊ അതിലെ ഒരു സിസ്റ്റമായ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഓണറിന് നമ്മൾ ഇതെല്ലാം കൊടുക്കുന്നതിന് പകരം നമ്മളൊക്കെ ഇത് ഓണറായി മാറിക്കൊണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രോഫിറ്റ് നമ്മൾ എടുക്കുകയും ഒപ്പം ഈ കമ്പനി ഉണ്ട്, ഈ കമ്പനി നടത്തുന്നത് ആരാണ്? ഈ കമ്പനി നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ദുബായ് ബേസ്ഡ് ആണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഓക്കെ, അപ്പം അവർക്ക് ഇതിന്റെ ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം 1-2 വർഷമെങ്കിലും ഇത് സക്സസ്ഫുൾ ആയി റൺ ചെയ്ത് ഈ ഗെയിമിങ്ങിനകത്തൂടെ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം 2 ഇയേഴ്സ് റൺ ചെയ്യണം. ആ 2 ഇയേഴ്സ് റൺ ചെയ്യുന്നത് വരെ ശരിക്കും പറഞ്ഞാൽ അവർക്കല്ല വരുമാനം, നമ്മളാണ് ഇതിന്റെ മുതലാളിമാർ എന്ന് പറയുന്നിടത്താണ് ശരിക്കും പറഞ്ഞാൽ ഡീസെൻട്രലൈസ് സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം മോണിറ്റൈസേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ് ഈ 15 കോടി രൂപയുടെ വരുമാനം നമുക്ക് എല്ലാവർക്കും കിട്ടിയത്? ഓരോരുത്തർക്കും അവർക്ക് എത്ര വരുമാനം കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പം അവരവർക്ക് അറിയാം അല്ലേ? എന്തായാലും ടോട്ടൽ എത്ര പോയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത് ഒരു ദിവസം തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ 0.7 മുതൽ 1.2% നമുക്ക് ഡെയിലി നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടാണ്. അതെങ്ങനെയാണ് കിട്ടിയത് 4 വഴികളിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ 0.7 മുതൽ 1.2% പല ഇതിലായിരിക്കും കിട്ടുക. ഓക്കെ, അത് ഒരുപക്ഷെ 15% മുകളിൽ മുതൽ 20% വരെ മന്ത്ലി എന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, മനസ്സിലാക്കാൻ വേണ്ടി ഇതിന് നമ്മളെ സാധ്യമാക്കിയത് തീർച്ചയായിട്ടും പോയിന്റ് നമ്പർ 1 ഫോറക്സ് ട്രേഡിംഗ് ആണ്. അത് ഓൾറെഡി കഴിഞ്ഞ 2-3 വർഷത്തോളമായി ഫോറക്സ് ട്രേഡിംഗ് ചെയ്ത് പരിചയമുള്ള ടീമുണ്ട്, ദുബായ് ബേസ്ഡ് ആണ്. അപ്പം അവര് നമ്മൾ മനസ്സിലാക്കേണ്ടത് AI പ്ലാറ്റ്ഫോമുമായിട്ട് നമ്മൾ മെർജ് ചെയ്തപ്പോഴത്തേക്കും സംഭവിച്ചത് ഇവിടെ അതിഭയങ്കരമായി നാളെ മുതൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഡബിൾ കിട്ടും, രാവിലെ ആകുമ്പോൾ കിട്ടുമെന്നൊന്നും നമുക്ക് പറയില്ല. കാരണം ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഒരു ടാറ്റ കൈകൊണ്ട് കാണിച്ചേക്കണം. അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെയാണ് എല്ലാവരും ട്രേഡ് ചെയ്ത് അങ്ങനെ കോടീശ്വരന്മാരായാൽ പോരെ. നമുക്ക് പക്ഷേ AI പ്ലാറ്റ്ഫോം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട്, ഈ പറയുന്ന നഷ്ടം കുറയ്ക്കാൻ സാധിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ആ ദുബായ് പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് എന്ത് ചെയ്തു? AI പ്ലാറ്റ്ഫോം ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഗ്രോക്ക് എന്നൊരു സിസ്റ്റമാണ്. ഞാൻ ഒത്തിരി അതിലേക്ക് പോകുന്നില്ല. ഇനി അതുകൊണ്ടുണ്ടായ ഒരു 1-2 ഗുണങ്ങൾ എന്താണ്? 1-2 ഗുണങ്ങൾ. അതിലൊന്നായത് സ്മാർട്ടായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് സാധ്യമാണ്. നമ്മൾ ഇരിക്കുന്ന പോലെ 24 മണിക്കൂറും 24/7 നമ്മൾ ഉറങ്ങാതിരിക്കുവാണെങ്കിൽ നമുക്ക് ക്ഷീണം വരും. പക്ഷേ ആസ് ആൻ AI ഡ്രിവൺ സിസ്റ്റം അതിന് ക്ഷീണം ഉണ്ടാവില്ല. മാർക്കറ്റ് ചലഞ്ചസും ഇമോഷൻ ഫ്രീ ട്രേഡിങ്ങും ഒക്കെ ഇവിടെ അതുകൊണ്ട് പോസിബിൾ ആണ്. എങ്കിലും നമ്മളിപ്പോൾ വലിയൊരു കമ്മ്യൂണിറ്റിയായി മാറിക്കഴിഞ്ഞു. ഈ വലിയൊരു കമ്മ്യൂണിറ്റിയായി മാറിയതുകൊണ്ടൊരു പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഇനിയും ഇത്രയും ഇൻകം നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കണ്ടേ. അപ്പൊ അത്രയും വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ പോരാ. അങ്ങനെയാണ് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതെങ്ങനെയാണ്? ടെസ് എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസി ഇൻഡിപെൻഡന്റ് ആയി ലോഗിൻ ചെയ്ത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടെസ് എന്ന് പറയുന്ന കറൻസി ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ICO പീരീഡിൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലൂടെ നിങ്ങൾക്ക് ഇന്ന് ലഭ്യമാണ്. ഓക്കെ, ഇതുവരെ എത്തിച്ചേർന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സക്സസ്ഫുൾ ആയി, പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ സക്സസ്ഫുൾ ആയ ഒരു കറൻസി എങ്ങനെ ഡെവലപ്പ് ചെയ്തു വരുന്നു ആ വഴിയിലൂടെ തന്നെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം നമുക്കുണ്ട്, നമ്മൾ പബ്ലിക്കിൻ്റെ അടുത്ത് പോയി കാശ് വാങ്ങി ടെസ്റ്റ് വാങ്ങിപ്പിക്കണം എന്ന് ഇവിടെ ഒരു പോയിന്റിലും ഞാൻ പറയുന്നില്ല. ഓക്കെ, അത് അവനവൻ്റെ ഇഷ്ടമാണ്. ഒരു നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ വാങ്ങിച്ചോളും. അതുപോലെ ടെസ് എന്ന് പറയുന്ന കറൻസി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊന്നും കിട്ടില്ല. ഞാൻ തുറന്നു പറയാണ്, വിലയുള്ള ഒരു കറൻസിയും ഒരു സാധനവും, കറൻസി പോട്ടെ, വിലയുള്ള ഒന്നും നമുക്ക് ഫ്രീ ആയി ലഭിക്കില്ല. നമ്മൾ അതുകൊണ്ട് ഇതുവരെ ആർക്കും ഫ്രീ ആയിട്ടൊന്നും നമ്മൾ കൊടുക്കുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇപ്പോൾ സാധ്യമായിരിക്കും? ഇപ്പോൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ വരെ നമ്മൾ എത്തി അല്ലേ, നമുക്കത് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഏകദേശം 3 മാസങ്ങൾ, ഇനി ഒരു 2 മാസം കൂടെ നമുക്ക് ആ മാർക്കറ്റിംഗ് നിലനിൽക്കുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിംഗ് നടക്കുകയാണ്. ഒരു ഏകദേശം 70 മുതൽ 80 ദിവസം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം തന്നെ നമ്മുടെ വാലറ്റ് ഹോൾഡേഴ്സ് വളരെ കൂടുതലാണ്. ഒത്തിരി ആൾക്കാർ നമ്മുടെ വാലറ്റിൽ അവരവരുടെ വാലറ്റിൽ ടെസ്റ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇത് സാധ്യമായത് ഞാൻ നേരത്തെ പറഞ്ഞ അവർക്ക് ഇഷ്ടമുള്ള ഫണ്ണും അഡിക്റ്റീവുമായ ഗെയിംസ് കൊടുത്തും
P2E, അതായത് പ്ലേ ചെയ്യുമ്പോൾ ഏൺ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഗെയിംസ് കൊടുത്തുമൊക്കെയാണ് ഇത് സാധ്യമായത്. അപ്പോൾ ഇതിന്റെ അടുത്ത ഭാഗമായി ഇനി ധാരാളം പുതിയ ഗെയിമുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഇൻഫർമേഷൻ ഉടനെ തന്നെ കിട്ടും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണ് എന്താണ്, അത് ടെസ് എന്ന് പറയുന്ന ഒരു പേയ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. നിങ്ങളുടെ ഇരിക്കുന്ന ടോക്കൺ പോക്കറ്റിനകത്തോ ട്രസ്റ്റ് വാലറ്റിനകത്തോ മെറ്റാമാസ്കിനകത്തോ നിങ്ങളുടെ കാസറ്റ് ഹോൾഡ് ചെയ്യുക. അത് ഏതായിട്ട് എങ്ങനെയെന്നുണ്ടെങ്കിലും ഹോൾഡ് ചെയ്യാം, ഏത് കറൻസി ആയിട്ടും ഹോൾഡ് ചെയ്യാം. അതൊരു വിസ കാർഡോ മാസ്റ്റർ കാർഡോ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും ത്രൂ ടെസ്. അവിടെ സംഭവിക്കുന്നത്, അവിടെ നമ്മൾ സാധാരണ ഒരു പേയ്മെന്റ് അടുത്തുള്ള കടയിൽ പോയി സ്വൈപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാം. അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ കയ്യിൽ അതാത് കറക്റ്റ് ടാക്സ് കൊടുത്ത് ഗവൺമെന്റിന് കൊടുക്കേണ്ട ടാക്സ് എത്രയാണോ അത് കൊടുത്തിട്ട് അവിടെ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആകുന്നതിനോടൊപ്പം നമ്മുടെ ടെസ് ആയിരിക്കും അവിടെ സർവീസ് ചാർജ് ഉപയോഗിക്കുക. ഓട്ടോമാറ്റിക്കലി നമ്മുടെ കറൻസിയുടെ ട്രാൻസാക്ഷൻ കൂടുന്നു, ട്രാക്ഷൻ കൂടുന്നു, അവിടെ അതിന്റെ വില കൂടാനുള്ള സാധ്യതകൾ കൂട്ടുന്നു. അപ്പോൾ ഇത് മൂന്നാമത്തെ വഴിയാണെന്നുണ്ടെങ്കിൽ, നാലാമത്തെ വഴിയാണ് Web3 അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ലേണിംഗ് അക്കാഡമി. ഈ അക്കാഡമി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇനി ഫ്യൂച്ചറിസ്റ്റിക് ആയ എല്ലാം ബ്ലോക്ക് ചെയിനിലാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ UK ബേസ്ഡ് ഒരു യൂണിവേഴ്സിറ്റിയുമായി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഡെമോ കോഴ്സുകൾ ഫ്രീ ആയിട്ട് കൊടുക്കും, അതിനുശേഷം അത് പെയ്ഡ് കോഴ്സുകളായിട്ട് മാറും. അങ്ങനെ മാറിയതിനു ശേഷം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് ഇതിലൂടെ വലിയൊരു ജോലി സാധ്യതകൾ തുറക്കാനും സാധിക്കും. അപ്പം അതൊരു അക്കാഡമി ഫോർമേഷൻ ആണ്. സ്വാഭാവികമായിട്ടും അവിടുന്ന് ഏറ്റവും നല്ല രീതിയിൽ, അതായത് ലേണിംഗിലേക്ക് നമ്മൾ കടക്കുകയാണ്, എഡ്യൂക്കേഷൻ സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ 4 വഴികളിലൂടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഇതിന്റെ ഭാഗമായി മാറാം, ഈ പ്രോജക്റ്റിന്റെ ഒരു ഭാഗമായി ഒരു മുതലാളിയായി എങ്ങനെ മാറാം ഇതുള്ളതാണ്. അപ്പം മുതലാളി ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇത് കറക്റ്റായിട്ടൊന്ന് കേൾക്കുക. ഓക്കെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇതൊരു ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റ് ആണ്. പാക്കേജസ് അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് $100 നിന്നാണ്. 100 നിന്ന് 250, 500, 1000, 2000, 5000, 10000 എന്നിങ്ങനെ സ്ലാബുകൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ കയ്യിലുള്ള തുകയ്ക്ക് ഇക്വലന്റ് ആയി വാങ്ങിച്ചുകൊണ്ടിട്ട് നിങ്ങൾക്ക് പാക്കേജ് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. എടുത്തതിലൂടെ നമുക്ക് ആദ്യം ലഭ്യമാകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 0.7 മുതൽ 1.2% നമുക്ക് ഡെയിലി കിട്ടാം. ഇത് എങ്ങനെ കിട്ടുന്നു, അതിന്റെ വഴി ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. ഉദാഹരണത്തിന് $1000 നിങ്ങൾ ഏകദേശം അതിന്റെ 1% എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും $10 എന്ന് നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലേ. അപ്പം ഇതാണ് നമുക്ക് കിട്ടുന്ന ബേസിക് ഇൻകം. ഇനി എനിക്ക് കൂടുതൽ വരുമാനം കിട്ടണം, 15% ഒന്നും പോരാ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിൽ $100 ഉള്ളൂ, പക്ഷേ എനിക്ക് ഇഷ്ടം പോലെ വ്യക്തികളെ പരിചയമുണ്ട്. ഈ പരിചയമുള്ള ആൾക്കാരിലേക്ക് ഈ ബിസിനസ് എത്തിക്കണമെന്ന് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ പ്രോജക്റ്റേഴ്സിന്റെ ഒരു ഭാഗമായ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, നിങ്ങൾക്ക് $100 എന്നുകൊണ്ട് $1000 ഒരാളെ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് 10% റെഫറൽ വരുമാനം കിട്ടും. റെഫറൽ ഇൻകം നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. ഇനി നമുക്ക് എന്താ കിട്ടുക, ഈ റെഫറൽ ഇൻകം കിട്ടിക്കഴിഞ്ഞു അല്ലെ, സ്പോട്ടിൽ കിട്ടുകയാണ്. 1000 ആണെന്നുണ്ടെങ്കിൽ 100 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ പറയുന്ന 1000 എടുത്ത ഒരാൾക്ക് $10 വെച്ച് കിട്ടേണ്ടതല്ലേ, ഏകദേശം ഞാൻ എളുപ്പത്തിൽ മനസ്സിലാവുന്ന കണക്ക് പറയുകയാണ്. അതിൽ നിന്ന് ഒരു 15% നമുക്ക് ഡെയിലി മാറ്റി വെച്ചിട്ടുണ്ട്. $1.50 നമുക്ക് ഡെയിലി വരുമാനം വന്നുകൊണ്ടിരിക്കും. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻകം കിട്ടുന്നു. അതിലൂടെ തന്നെ ഒരു ഒരു സ്ട്രോങ് ആയ നിരന്തരമായ ഒരു വരുമാനം നമുക്ക് ഓപ്പൺ ചെയ്ത് കിട്ടുന്നു. ഇനി ഇവരിലൂടെ നമുക്ക് അടുത്ത ലെവലിലേക്ക് അവർ അഫിലിയേറ്റ് ചെയ്താൽ അതിനെ നിങ്ങളുടെ ലെവൽ 2 ആയി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സ്വാഭാവികമായിരിക്കും D2 എന്ന് പറഞ്ഞാൽ 2 ഡയറക്റ്റ് റെഫറലുകളാണ്. ആ ലെവലിൽ നിങ്ങൾക്ക് 10% ഇൻകം കിട്ടുക. ഇങ്ങനെ അവരിലൂടെ അടുത്തത് അങ്ങനെ ലെവൽ ഇൻകം പലതും ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ 40 ലെവലിലൂടെ നിങ്ങൾക്ക് വരുമാനം കിട്ടാം. 40 ലെവലിലൂടെ വരുമാനം കിട്ടാം. അപ്പോൾ ഇവിടെ ബേസിക്കലി സംഭവിക്കുന്നത്, നിങ്ങൾ $100 വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് $200 വരെ ഇൻകം കിട്ടും. ഇല്ല എനിക്ക് $400 വരെ കിട്ടണം, 400% ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റെഫറൻസ് കൊടുക്കാൻ തയ്യാറാവണം. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അടുത്ത സബ്സ്ക്രിപ്ഷൻ പാക്കേജ് എടുത്ത് വരാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് നമ്മുടെ ഇഷ്ടമാണ്. എനിവേ ഈ പറയുന്ന 400% ഗ്രോത്തിലേക്ക് നമ്മൾ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മിനിമം 5 ഡയറക്റ്റ് റെഫറലുകൾ നമുക്ക് ഉണ്ടാവണം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായി പറഞ്ഞാൽ 3 ലെവലുകളിൽ നമുക്ക് ബിസിനസ് ഉണ്ടാവണം. ഞാൻ ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാവണം, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ബിസിനസ് ഉണ്ടാവണം. അതിനോടൊപ്പം തന്നെ വളരെ സിമ്പിളായി നമ്മുടെ 2 ഓർഗനൈസേഷൻ വഴിയാണ് ഈ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 ഓർഗനൈസേഷനിലും നിങ്ങൾ എത്രയാണോ വന്നിരിക്കുന്നത് എൻ്റെ 10 ഇരട്ടി ബിസിനസ് നടന്നിട്ടുണ്ടാവണം. വളരെ 3 സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 100 ഇട്ടാൽ അത് 400 വരെ നിങ്ങൾക്ക് പ്രോഫിറ്റ് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനൊരു വലിയൊരു സിസ്റ്റം നമ്മുടെ പുറകിലുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, എത്ര പേരെ വേണമെങ്കിലും നമുക്ക് റെഫറൻസ് കൊടുക്കാം. റെഫറൻസ് കൊടുത്താൽ ഒരു ഗുണം, എക്സ്ട്രീം ലെഫ്റ്റിലും എക്സ്ട്രീം റൈറ്റിലും മാത്രമേ നമുക്ക് റെഫറൻസ് വരുള്ളൂ. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഗുണങ്ങളാണ്. നിങ്ങൾ നല്ലൊരു ടീമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തി അദ്ദേഹം ഇനി ഒരാളെ സ്പോൺസർ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ എക്സ്ട്രീം റൈറ്റിലോ ലെഫ്റ്റിലോ ആയിട്ട് നിങ്ങൾക്ക് വരത്തുള്ളൂ. സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 2 ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ആയിക്കൊണ്ടേയിരിക്കും.
ഇങ്ങനെ ബിൽഡ് ആവുന്നതിന്റെ ഗുണം ഇവിടെ ഈ പറയുന്ന പോലെ പഴയ പെയർ കമ്മീഷൻ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. അതിന് പകരം അതിഭയങ്കരമായ ഒരു സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. റാങ്ക് എന്ത് ചെയ്യുന്നു? റൂബി റാങ്ക് $1000 രണ്ട് സൈഡിൽ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ റൂബി റാങ്കിലേക്ക് നിങ്ങൾ എത്തും. ഓക്കെ. ഏതെങ്കിലും പ്രോഗ്രാമിന് വരാനുള്ള മിനിമം ഒരു കാര്യം നമ്മൾ റൂബി റാങ്ക് എത്തുക എന്നുള്ളതാണ്. അതിനുശേഷം സിൽവർ 5000, പേളിൽ 10000, ഇതൊക്കെ എത്തുമ്പോഴത്തേക്കും വൺ ടൈമിൽ സിൽവറിൽ ഒരു $100, പേളിൽ ഒരു $200, സഫയറിൽ ഒരു $300 നമുക്ക് കിട്ടും. ഏത് ഈ കിട്ടിയിരുന്ന വരുമാനത്തിന്റെ കൂടെ എക്സ്ട്രാ വൺ ടൈം ആയിട്ട്. പ്ലാറ്റിനം റാങ്കിൽ എത്തുമ്പോഴത്തേക്കും എന്താ കിട്ടുക എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം. കാരണം ഇനി അങ്ങോട്ടുള്ള റാങ്ക് ഒക്കെ കുറച്ച് നമ്മളെ ഒന്ന് എന്താ പറയുക, നമ്മളോട് ഇഷ്ടംപോലെ ഡയമണ്ട്സ് ഉണ്ട് കേട്ടോ. അവർ ആ രണ്ട് റാങ്ക് കൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് പറയാം. കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ചെയ്താലല്ലേ കിട്ടത്തുള്ളൂ, ചെയ്തില്ല വരുമാനം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇത്രയും വലിയൊരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ $1,00,000 രണ്ട് ഓർഗനൈസേഷനിലും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് $500 എല്ലാ മാസവും സാലറിയായി ലഭിക്കും. ഒപ്പം രണ്ട് ഓർഗനൈസേഷനിലും $2,00,000 മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയമണ്ട് എന്ന് പറയുന്ന റാങ്കിലേക്ക് നിങ്ങളെത്തും. ഒരു മാസം ഏകദേശം വലിയൊരു വരുമാനം. ഇന്ന് കേട്ടോ 500 എത്ര $2,300 ഒരു ദിവസം വരുമാനമായി മേടിച്ച ആൾ ഇവിടെ ഉണ്ട് ഇന്നിപ്പം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ പേയ്മെന്റ് കാർഡ്. ഒരു ദിവസത്തെ വരുമാനം $2,300. നിരന്തരമായി $400-500 ഡെയിലി മേടിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു $1000 നമുക്ക് എന്ത് ചെയ്യാണ്, $1,00,000 നമുക്കൊരു സാലറി ആയിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത് വ്യക്തതയുള്ളൊരു പ്ലാനാണ്. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന്, നമുക്ക് എന്ത് വേണം, 2 വർഷം 3 വർഷം അല്ല 5 വർഷത്തെ വ്യക്തതയുള്ള പ്ലാൻ നമ്മൾ അവതരിപ്പിക്കണം. ആദ്യകാലത്ത് ചോദിച്ചു 3 മാസം നടക്കുമോ എന്ന്, അത് കഴിഞ്ഞ് 6 മാസം നടക്കുമെന്ന് ചോദിച്ചു. ഇനി ഇപ്പം ആരും അതൊന്നും ചോദിക്കുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഈ സംഭവം കറക്റ്റായിട്ട് നടക്കുന്ന ഒന്നാണ്. കാരണം അത് സക്സസ്ഫുൾ ആക്കി നമ്മൾ മാറ്റി. അപ്പൊ 2025 ഏപ്രിൽ 5-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പ്രോജക്റ്റിന്റെ സോഫ്റ്റ് ലോഞ്ച്. 2025 ജൂൺ 12-ാം തീയതി നമ്മുടെ ഡീസെൻട്രലൈസ് സ്മാർട്ട് കോൺട്രാക്റ്റും വൈറ്റ് പേപ്പറും ലോഞ്ച് എല്ലാം കാണാം, എല്ലാം നിങ്ങളുടെ കിട്ടി. 2025 ജൂലൈ ആയപ്പോഴത്തേക്കും ടാപ്പിംഗ് ഗെയിംസ് നമ്മുടെ വന്നു. സെപ്റ്റംബർ എനിക്കൊന്ന് നവംബറിലായിരുന്നു നമ്മളെല്ലാവരും അവിടെ പോയി തായ്ലൻഡിൽ നമ്മുടെ ഇന്റർനാഷണൽ കൺവെൻഷൻ 100ഓളം വ്യക്തികൾ അടിച്ചു പൊളിച്ചു. നമ്മുടെ CTO-നെ കണ്ടു, ബിസിനസ് ഹെഡിനെ കണ്ടു, ഒരുമിച്ച് ഫോട്ടോ എടുത്തു, എല്ലാം നമ്മളത് പ്ലാൻ ചെയ്തു. ഇനിയിപ്പം നമ്മുടെ സെൻട്രലൈസ് എക്സ്ചേഞ്ച് നമുക്കിപ്പം അവൈലബിൾ ആണ്. ഒപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സെക്കൻഡ് ഇന്റർനാഷണൽ കൺവെൻഷൻ നമ്മുടെ വരുന്ന 10-ാം തീയതി ശ്രീലങ്കയിൽ വെച്ച് നടക്കുകയാണ്. ഏകദേശം 150ഓളം വ്യക്തികൾ അവിടെ പങ്കെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അവിടെ വെച്ച് കൂടുതൽ എക്സൈറ്റ്മെന്റ് തരുന്ന ധാരാളം ന്യൂസുകൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. ഒപ്പം ഇനി വരാൻ വേണ്ടി പോകുന്ന നമ്മുടെ സ്വന്തം ഡെക്സ് പ്ലാറ്റ്ഫോമാണ്. ഫോളോഡ് ബൈ 2026 സെപ്റ്റംബർ ആവുമ്പോഴത്തേക്കും നമ്മുടെ ടെസ്സിന്റെ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിന്റെ സോഫ്റ്റ് ലോഞ്ച് നടക്കും. ഒരു അടുത്ത വർഷം ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ ഒരു കാർഡ് ഇങ്ങനെ ഉണ്ടാവും. അപ്പം എന്ത് സംഭവിക്കാം, ഈ പറയുന്നത് പോലെ വിസ കാർഡും മാസ്റ്റർ കാർഡും ഒക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടി തുടങ്ങും. 2027 ഏപ്രിൽ ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഈ പ്രോജക്റ്റിന്റെ ഏറ്റവും പീക്ക് ടൈം എന്ന് പറയുന്നത് അന്നായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കുകയും കേൾക്കുകയും അല്ലെങ്കിൽ കാണുകയും ചെയ്യുക മാത്രമാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ തൊട്ടടുത്തിരുന്നുകൊണ്ട് ഒരു 5 പേര് 50 പേര് 100 പേര് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് പോലൊരു ഫീൽ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ്, അതൊരു ഒരു ഒരു ആപ്ലിക്കേഷനായി വരും. അതാണ് നമ്മുടെ മെറ്റാവേഴ്സ് വീഡിയോ കോൺഫറൻസിങ് പ്ലാറ്റ്ഫോം. ഇത് വരികയും ഇതിൻ്റെ ഒരു 30-40% ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് ഏതെങ്കിലും ഒരു വലിയ ഒരാൾ വന്ന് നമ്മളെടുത്ത് പർച്ചേസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കാളൊക്കെ മുകളിലേക്ക് നമ്മുടെ പ്രോജക്ടേഴ്സ് മാറും. അതിന് ലിക്വിഡേഷൻ എന്ന് പറയാം, കമ്പനി കുറച്ച് ലിക്വിഡേറ്റ് ചെയ്യാനൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ. അങ്ങനെ ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ 2030 ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും 5ഓളം വരുന്ന ടോപ്പ് എക്സ്ചേഞ്ചുകളിൽ, സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ നമ്മൾ ഇത് ലഭ്യമായിരിക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോജക്റ്റിന്റെ പീക്ക് ടൈമിങ്. ഒരു കാരണവശാലും നിങ്ങൾക്കിത് മിസ്സാക്കരുത്. കാരണം എന്താണെന്ന് ചോദിക്കാം. വളരെ സിമ്പിൾ. എല്ലാവരും പറഞ്ഞു അല്ലെ, ചെയ്യുമെന്ന് പറഞ്ഞതല്ലാതെ ആരും ചെയ്തില്ല. നമ്മൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പറഞ്ഞത്, ഇതാ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ ചെയ്തു. അപ്പൊ ഈ ഒരു കാര്യത്തിലേക്ക് നമുക്ക് പറയാൻ സാധിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ പ്രോജക്റ്റിന്റെ ഏറ്റവും ഏറ്റവും ഹയസ്റ്റ് എൻഡിൽ ഞാൻ പറയാൻ പറ്റുന്നത്, ഞാൻ ആദ്യം തൊട്ട് അന്നോട്ട് പറയുന്നൊരു കാര്യമുണ്ട്. മറ്റാർക്കും ഇല്ലാതിരിക്കുകയും എന്നാൽ നമുക്ക് മാത്രമേ ഉണ്ട് എന്ന് നമുക്ക് 100% വിശ്വാസത്തോടെ പറയാൻ പറ്റുന്ന ഒരു സംഭവം എന്താണ്? ആ സംഭവമാണ് നമ്മുടെ ടെക്നിക്കൽ ടീം. അപ്പൊ ആ ടെക്നിക്കൽ ടീമിനെ നമ്മുടെ ഇന്ന് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരാൾ നമ്മളുടെ പങ്കെടുക്കാമാണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവൈലബിൾ ആണോ എന്ന് ഞാനത് നോക്കട്ടെ, എങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. അപ്പം അതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എന്താ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് സിസ്റ്റമാണ്. സി അവാർഡ്സ് ആൻഡ് റിവാർഡ് സിസ്റ്റം ഒന്ന് ജസ്റ്റ് കണ്ടു. $500 എല്ലാ മാസവും
നമുക്ക് എത്ര കിട്ടും? സാലറി ആയി കിട്ടും. $1000 നമുക്ക് ഡയമണ്ട് റാങ്കിൽ സാലറി ആയി കിട്ടും. ഇവിടെ ഭയങ്കര ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ഇത് എല്ലാ ദിവസവും പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാ ദിവസവും അവർക്ക് ഇത്രയും വരുമാനം കിട്ടുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണം. ഇനി സ്പെഷ്യൽ വൺ ടൈം ബോണസ് ആണെന്നുണ്ടെങ്കിൽ സിൽവർ റാങ്കിൽ $100, പേൾ റാങ്കിൽ $200, സഫയർ റാങ്കിൽ $300. അതിനോടൊപ്പം സി നമ്മുടെ പ്ലാറ്റിനം റാങ്കിലെത്തി ഇന്ന് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 13ഓളം വ്യക്തികൾ ടെസ് എന്ന് പറയുന്ന പ്രോജക്റ്റിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വന്തം കാറ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എനിക്ക് തോന്നുന്നൊരു 8, 10, 12 കാർ ഒറ്റ മാസം ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ റീസൺ എന്താണ്? അവർ പ്ലാറ്റിനം റാങ്ക് അച്ചീവ് ചെയ്തതാണ്. പ്ലാറ്റിനം റാങ്ക് എത്തുമ്പോഴത്തേക്കും അവർക്ക് കിട്ടുന്നത് ഒരു കാർ ഫണ്ടാണ്. അതിനോടൊപ്പം തന്നെ അടുത്ത റാങ്കിലേക്ക് പോകുമ്പോഴത്തേക്കും ഡോൺ പിൻ നമുക്ക് ഒരിക്കൽ അച്ചീവ് ആയി കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വപ്നത്തിലൊന്നാണ് നല്ല വീട്, നല്ല സ്ഥലം. ഒപ്പം അതിന് മുന്നേ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് ഒരു സ്വന്തമായിട്ടൊരു പ്രീമിയം ലക്ഷറി കാർ. ഡോൺ പിൻ അച്ചീവ് ചെയ്തു, BMW 5 സീരീസ് നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ വീടിന്റെ മുന്നിൽ, നിങ്ങളുടെ കാർ പോർച്ചിൽ ഈ വണ്ടി കിടക്കും. അതിനെന്ത് റാങ്ക് അച്ചീവ് ചെയ്താൽ മതി? ഡോൺ പിൻ അച്ചീവ് ചെയ്താൽ മതി. ആൻഡ് ഓൾസോ കമാൻഡർ പിൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുക 7 സീരീസ് BMW അലോങ് വിത്ത് 1% ഓഫ് ദ ഗ്ലോബൽ ടേൺ ഓവർ. അപ്പം നമ്മൾ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിങ് അല്ലെങ്കിൽ ക്വീൻ പിന്നിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കും ഒരു G-വാഗൺ ആണ് നമുക്ക് കിട്ടുക. G-വാഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഏറ്റവും വലിയ സെലിബ്രിറ്റീസ് അവരുടെ വാഹനമായി ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയുക, G-വാഗൺ. ഇത് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. ആൻഡ് ഓൾസോ ഫോളോഡ് ബൈ ഇന്ന് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് എനിക്കൊരു ഒരു 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 നല്ലൊരു രാജ്യത്തേക്ക് അതിൻ്റെ ഒരു സെക്കൻഡ് ഹോമായിട്ട് മാറ്റാൻ സാധിച്ചിരുന്നെങ്കിൽ. വരുന്ന ഒരു 1.5 വർഷം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആദ്യം തുടങ്ങിയ ഒരു 1.5 വർഷം, 1 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ പ്രോജക്റ്റിന്റെ കൂടെ തന്നെയാണെന്ന് 100% ഉറപ്പ് വരുത്തി കഴിയുമ്പോഴത്തേക്കും ആദ്യം അവർക്കൊരു കാർഡ് കിട്ടും, ഒരു എമിറേറ്റ്സ് കാർഡ്. ഈ എമിറേറ്റ്സ് കാർഡ് കൈ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, അവർക്കൊരു ദുബായിലേക്ക് അവരുടെ സെക്കൻഡ് ഹോമായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു 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 വലിയൊരു രീതിയാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. ആൻഡ് അതിനു വേണ്ടിയാണ് അടുത്ത റാങ്ക് എംബറർ പിൻ അടിച്ചു. കേട്ടിട്ടുണ്ടാവും, ഇന്ന് ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഇതാണ് ബുർജ് ഖലീഫ. അവിടെ സ്വന്തമായിട്ട് ഒരു പെയ്ഡ് ഫ്ലാറ്റ്, 100% പെയ്ഡാണ്. ജീവിതത്തിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് സെലിബ്രിറ്റി സ്റ്റാറ്റസും കഴിഞ്ഞ് സെലിബ്രിറ്റീസിന്റെ അപ്പുറത്തെ സെലിബ്രിറ്റി ആയി നിങ്ങൾ അന്ന് മാറിയിട്ടുണ്ടാവും. അന്ന് നിങ്ങൾക്ക് കിട്ടുക നിങ്ങളുടെ കയ്യിൽ എമിറേറ്റ്സ് കാർഡ് മാത്രമല്ല, ഒരു ഗോൾഡൻ വിസയും കയ്യിലുണ്ടാവും. ശരി, ഒരിക്കലെങ്കിലും ജീവിതത്തിൽ സ്വപ്നം കാണുക. സ്വപ്നം കാണുന്നത് അച്ചീവ് ചെയ്യാൻ ആദ്യം പലരും ചോദിച്ചൊരു കാര്യമുണ്ട്, 3 മാസമല്ലേ, 3 മാസം കഴിഞ്ഞ് ഡയമണ്ട് ഒക്കെ ആരെങ്കിലും അടിക്കുമോ? വേണ്ട, പ്ലാറ്റിനം ഒക്കെ ആരെങ്കിലും അടിക്കുമോ? പ്ലാറ്റിനം അടിച്ചു ഇഷ്ടം പോലെ ആൾക്കാർ. പിന്നെ പറഞ്ഞു ഡയമണ്ട് ഒക്കെ അടിക്കുമോ ആരെങ്കിലും? ഡയമണ്ട് അടിച്ചു ഒത്തിരി ആൾക്കാർ. കുറച്ചുകൾ കഴിയുമ്പോഴത്തേക്കും ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ, ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പ്രോഗ്രാം എടുക്കുമ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്തേക്ക് വരും. നമ്മുടെ അടുത്തിട്ട് വന്ന് എന്ത് പറയും? ഞാൻ എംബറർ പിന്നാണ്, ഈ പ്രോഗ്രാം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബുർജ് ഖലീഫ എന്നാണെന്ന് നമ്മൾ പറയും. ഇത് പറയുമ്പോഴത്തേക്കും അന്ന് നമ്മൾ ആലോചിക്കും, ഇന്ന് ഈ ബിസിനസ് നന്നായി ചെയ്തിരുന്നുണ്ടെങ്കിൽ നമുക്ക് അന്ന് അത് അച്ചീവ് ചെയ്യാമായിരുന്നുള്ളത്. വിഷമിക്കേണ്ട, ഇപ്പോഴും സമയമുണ്ട്. ഒരുപക്ഷെ ഇന്ന് തുടങ്ങുന്ന ഒരു വ്യക്തിയായിരിക്കും ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ പീക്ക് പോയിന്റിലേക്ക് എത്താൻ വേണ്ടി പോവുക. സോ ഒരിക്കലും മിസ്സാക്കരുത്. രണ്ടാമതൊരു വലിയൊരു അനൗൺസ്മെന്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുകയാണ്. നമ്മുടെ ടെസ്റ്റ് ഷൂട്ടർ എന്ന് പറയുന്ന ഗെയിം ഉടനെ തന്നെ ഏതാനും മണിക്കൂറുകൾക്കാവും നിങ്ങളുടെ കയ്യിലേക്ക് ആ ഗെയിം എത്തുന്നതാണ്. നമ്മളുടെ അടുത്ത ഗെയിം നമ്മൾ അനൗൺസ് ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മളുടെ ഈ 2.5 സർവീസ് ചാർജ്, നമുക്ക് 2.5 സർവീസ് ചാർജ് പോലും ലോകത്തിലൊരു സിസ്റ്റം അത് അവരെടുത്തുകൊണ്ട് പോകുന്നതാണ്. ഈ സർവീസ് ചാർജ് നമുക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ ടെസ്റ്റ് വഴി ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലേ? ആ ടെസ്റ്റ് വഴി പ്ലാൻ ചെയ്തിരിക്കുന്ന സംഭവം എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ഇയർ മെഗാ ലോട്ടോ പറഞ്ഞിരുന്നു. ആ ന്യൂ ഇയർ മെഗാ ലോട്ടോ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് എന്നുള്ള ആ ഒരു സന്തോഷ വർത്താനം കൂടി ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. ഒരു കാരണവശാലും
ഒരു കാരണവശാലും ലൈഫിൽ മിസ്സാക്കരുത്. അതെന്തുകൊണ്ടാണ്? പ്രോജക്റ്റ് ടെസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. സി, നമ്മൾ വെറുതെ പറയുകയല്ല, നമ്മൾ ചെയ്തിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് 15 കോടി രൂപ നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ നമുക്ക് എല്ലാവർക്കും കൂടി ഈ പ്രസ്ഥാനം നമുക്ക് വരുമാനമായിട്ട് തന്നത്. ജീവിതത്തിൽ വിശ്വസിച്ചോ, 100% ഇത് കൂടെയുണ്ട്. കുറേ ആൾക്കാരെ കൂടെ ജീവിതത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ടെസ്റ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഐ ആം സോ എക്സൈറ്റഡ്. നിങ്ങളും എക്സൈറ്റഡ് ആയിരിക്കുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ടെക്നിക്കൽ ടീമിനെ ഹാൻഡിൽ ചെയ്യുന്ന നമ്മളുടെ എല്ലാം കരുത്തിട്ട്, ഞാൻ ആദ്യം മുതൽ എപ്പോഴും ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, മറ്റാർക്കും ഇല്ലാതിരിക്കുകയും നമുക്ക് ഉണ്ടാവുകയും ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം എന്താ? നമ്മുടെ ടെക്നിക്കൽ ടീമാണ്. അതിനെ ലീഡ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം രജിത് സാറിനെ അദ്ദേഹത്തിന്റെ സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു രജിത് സാർ. താങ്ക് യു. ഇത്രയേ ഉള്ളൂ സ്മൈലീസ്? ഇത്രയും പോരാ? 10-200 പേര് നമ്മളിന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഹിസ്റ്ററിക്കൽ മൊമെന്റ് ആണ് അല്ലേ രഞ്ജിത് സാർ? എനിക്ക് തോന്നുന്നു ദുബായിൽ നിന്ന് നമ്മുടെ ആ ഒരു ഇത് സ്മൈലീസ് ഇത്രയും പോരാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ലോഞ്ച് ചെയ്യാതിരിക്കുകയാണോ എന്നൊരു സംശയം. രഞ്ജിത് സാർ അവൈലബിൾ ആണോ? പ്ലീസ് റേസ് യുവർ ഹാൻഡ് ഇഫ് യു ആർ അവൈലബിൾ. രഞ്ജിത് സാർ പ്ലീസ്. ഹലോ, പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ് ഇഫ് യു ആർ അവൈലബിൾ പ്ലീസ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ദുബായിലായതുകൊണ്ട് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. രഞ്ജിത് സാർ ഹലോ. ഹലോ. യെസ് യെസ്, കേൾക്കുന്നുണ്ട്. പ്ലീസ് കണ്ടിന്യൂ. ഓക്കെ ഓക്കെ ഓക്കെ. അൺമ്യൂട്ട് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? യെസ് യെസ്, ക്ലിയർ ആണ്. ഓക്കെ, ആദ്യമായിട്ട് നമ്മുടെ ഈ സെക്ഷൻ ഏറ്റവും അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്ത കെവിൻ സാർ. അടിപൊളിയായി, സൂപ്പറായി. നമ്മുടെ പ്രൊജക്റ്റിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ഒരു അവസരം കെവിൻ ബ്രോ ഏറ്റവും നന്നായിട്ട് അത് ഉപയോഗിച്ചു. അടിപൊളി, സൂപ്പർ. താങ്ക് യു ബ്രോ. കെവിൻ ബ്രോ പറഞ്ഞ പോലെ നമ്മുടെ ടെസ് ഹണ്ട് 2 ഗെയിംസ് ആണ് നമുക്ക് നാളെ അവൈലബിൾ ആകാൻ പോകുന്നത്. ഒന്ന് ടെസ്റ്റ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാൻഡി ക്രാഷിന്റെ പോലത്തെ ഗെയിംസ്. മറ്റൊന്ന് നമുക്ക് ബാക്കി എല്ലാ കോയിൻസിനും നമ്മൾ ബേൺ ചെയ്യുക. നമ്മുടെ കോയിൻ മാത്രം ഷൂട്ടറായിട്ട്, നമ്മുടെ കോയിൻ മാത്രം ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ക്യാമറ, ഞാനൊന്ന് വേറൊരു ഡിവൈസിൽ നിന്ന് ഞാനൊന്ന് കയറിക്കോട്ടെ. അപ്പൊ ഒന്ന് എനിക്കതൊന്ന് കാണിക്കാൻ പറ്റുമായിരുന്നു. ഒരു മിനിറ്റ്. സാർ സംസാരിച്ചോളൂ, ക്ലിയർ ആണ്. സ്ക്രീനും ക്ലിയർ ആണ്. കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, കണ്ടിരുന്നു. ഇപ്പൊ പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനൊന്നും കൂടി ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ? ക്ലിയർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ നാളെ ലോഞ്ച് ആവുകയാണ്. ഈ ഒരു ഗെയിമും കൂടി നമുക്ക് അവൈലബിൾ ആവുകയാണ്. ഇതുപോലെ ഇതെല്ലാം ആക്ച്വലി ഇതൊക്കെ വെറുതെ എന്തിനാ ഗെയിം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഇതിലത്തെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് ടെസ് നമുക്ക് കിട്ടാനായിട്ട് മൈൻ ചെയ്യാനായിട്ട് ഗെയിമിലൂടെ നമ്മൾ മൈൻ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ശരിക്കും ആക്ച്വലി നമുക്ക് ഇതുള്ളത്. ഓക്കെ, അതായത് ടെസ്സിനെ മാത്രം കളക്ട് ചെയ്യുക. അതിൽ കൂടെ നമുക്ക് നമ്മുടെ ഇനി വരുന്ന ഗെയിംസിൽ, അതുപോലെ ലോട്ടോയില്, ഇവിടെ എല്ലായിടത്തും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ യൂട്ടിലിറ്റി നമുക്ക് യൂസ് ചെയ്യണം. ഇപ്പൊ പബ്ലിക്കിന് രണ്ട് രീതിയിൽ നമ്മുടെ ടോക്കൺ യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊന്നെന്നുള്ളത് കമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മൈനിങ് കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ഈ ഗെയിമിനോട് അഡിക്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി, അവരുടെയിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി ഗെയിം കളിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ടോക്കൺ അവർക്ക് അവൈലബിൾ ആക്കുകയാണ്. ഇതാണ് നമുക്ക് വരുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത്. മറ്റൊരു ഗെയിം എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ ഗെയിം ബ്രോ പറഞ്ഞു, ലോട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ലോട്ടോയും നമുക്ക് അവൈലബിൾ ആവും. നാളെ തൊട്ട് ലോട്ടോ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓൾറെഡി 2.5 കട്ട് ചെയ്തിരിക്കുന്നത്, കട്ട് ചെയ്യല്ല ആക്ച്വലി, അതിനെ യൂട്ടിലിറ്റി ആക്കി മാറ്റുകയാണ് ചെയ്തേക്കണം. അപ്പൊ രണ്ട് രീതിയിൽ യൂട്ടിലിറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മൾ പറയാതെ തന്നെ യൂട്ടിലിറ്റി ഉപയോഗിക്കാം. മറ്റൊന്ന് മനഃപൂർവ്വമായിട്ട്, അതായത് പബ്ലിക് വരണം, പബ്ലിക് നമ്മുടെ ടോക്കൺ യൂസ് ചെയ്യണം. അപ്പൊ അത് യൂസ് ചെയ്യുന്നതിന് മുമ്പേ പബ്ലിക് വരുമ്പോൾ കാണുവാനായിട്ട്, പബ്ലിക് വരുമ്പോൾ എന്തായാലും അവിടെ ഗെയിം നടക്കേണ്ട കാര്യങ്ങളൊക്കെ വെറുതെ പറഞ്ഞാൽ പോരാ. അപ്പൊ അതില് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് തന്നെ ജോയിൻ ചെയ്യാവുന്ന രീതിയിൽ നാളെ ഒരു മെഗാ ലോട്ടോ തന്നെയാണ്. ഏകദേശം അതിന്റെ വിന്നർക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഫസ്റ്റ് പ്രൈസിൽ തന്നെ ഏകദേശം 33% ആണ് വരുന്നത്. അറൗണ്ട് ഒരു 12,000 മുകളിലായിരിക്കും ടോട്ടൽ വരിക. അതിന്റെ ഒരു 33% അടുത്ത് ഫസ്റ്റ് പ്രൈസ് അടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും. അവർക്ക് ചെലവ് വരുന്നത് വെറും $5 അവർക്ക് ചെലവ് വരുന്നത്. അത് വെച്ചിട്ട് അവർക്ക് 33%, അറൗണ്ട് ഒരു ഏറ്റവും മിനിമം ഒരു $3,300 അടുത്ത് അവർക്ക് ഫസ്റ്റ് തന്നെ പ്രൈസ് ലഭിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത് എല്ലാവരും, കെവിൻ സാർ പറഞ്ഞ പോലെ, എല്ലാവരും ആ ഒരു ചാൻസ് ഉപയോഗപ്പെടുത്തുക. ആരായിരിക്കും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ചാൻസ് ആണ് ലഭിക്കാനായിട്ട്. ആരായിരിക്കോ ഈ ഫസ്റ്റ് പ്രൈസിന്റെ വിന്നർ, അവര് അതിനു വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു പോരാട്ടം തന്നെ നടത്തുക. നമുക്ക് അടുത്ത ഈ വർഷം മുഴുവൻ നമുക്ക് പുതിയ പുതിയ ഗെയിംസും പുതിയ പുതിയ പ്രൊജക്ട്സും നമുക്ക് ഓൺ ബോർഡ് ആയിട്ട് വരും. വെരി നിയർ ഫ്യൂച്ചറിൽ തന്നെ, മേ ബി ഒരു 1 or 2 months ഉള്ളിൽ അച്ചീവേഴ്സിന്, അതായത് റാങ്ക് അച്ചീവ് ചെയ്തിട്ടുള്ളവർക്ക് കാർഡ് വരെ നമ്മുടെ ടെസ്റ്റിന്റെ കാർഡ് തന്നെ ഇഷ്യൂ ചെയ്യാനായിട്ടൊരു മൂവ്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടോക്കൺ മാത്രമല്ല, ടെസ്റ്റിന്റെ ഒരു കാർഡ്, ഒരു ഡിജിറ്റൽ കാർഡായിട്ടും അതുപോലെ തന്നെ വിസ കാർഡായിട്ടും യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു സംഭവം വരുന്നുണ്ട്. അത് അച്ചീവേഴ്സിനാണ്, റാങ്ക് അച്ചീവേഴ്സിനാണ് അത് ഇനീഷ്യലി അവൈലബിൾ ആവുക. അപ്പൊ ഈ പറയുന്ന എല്ലാത്തിലും നമ്മുടെ പാർട്ടിസിപ്പൻസ് ഉണ്ടാവണം. ഇതുപോലെ തന്നെ ടെസ്റ്റിന്റെ ഫ്യൂച്ചറിൽ മിനിമം അടുത്തൊരു 6 മാസത്തിന്റെ ഉള്ളിൽ 10 പൈസ എന്നുള്ളത് ഏകദേശം 50-60 പൈസ ആവാൻ പോവുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യാവുന്ന രീതിയിൽ ടെസ് കോയിൻ പർച്ചേസ് ചെയ്യുകയും ചെയ്യണം. ടെസ്കോയിൻ.io എന്ന് പറയുന്ന ICO സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്ത് ഹോൾഡ് ചെയ്യാനും എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ടെസിന്റെ ടോക്കൺ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്, യൂട്ടിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും ആദ്യമായിട്ട് വരുന്നവർക്കാണ് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുക. അതെല്ലാവരും ഉപയോഗപ്പെടുത്താം. ഇങ്ങനെ ഒരു അവസരം തന്ന കെവിൻ ബ്രോനും ബാക്കി എല്ലാവർക്കും നന്ദി. ഞാൻ എൻ്റെ സെക്ഷൻ അവസാനിപ്പിക്കുന്നു. ഗുഡ് നൈറ്റ്. താങ്ക് യു ലീഡേഴ്സ്. അപ്പം ഈ ഒരു സെക്കൻഡ് മുതൽ തന്നെ നമ്മൾ എന്തൊക്കെയാണോ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ആ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന 3 ഇരട്ടി ശക്തിയോടെ വെളിയിലേക്ക് ഇറങ്ങുക. എല്ലാവരും പ്രോജക്ട് ടെസ്റ്റിനെ കുറിച്ച് പറയുക. എന്താണ് പ്രോജക്ട് ടെസ്റ്റും മറ്റുള്ള കമ്പനികളും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് വ്യക്തതയോടെ നമ്മുടെ കയ്യിൽ മനസ്സിലായിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ വ്യക്തികളിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ കൂടുതൽ എത്തിക്കുന്ന ആൾക്കാരായിരിക്കും നാളെ ബുർജ് ഖലീഫയിൽ സ്വന്തം ഫ്ലാറ്റിൽ ജീവിക്കുക, അടിച്ചു പൊളിക്കുക അവർ ഫാമിലിയോടുകൂടി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. Wishing you all success. Thank you so much, and good night all.